എൻ്റെ പേര് സൗമ്യ, ഇത് ഹസ്ബൻഡ് ജിജി മോഹൻ, ഇത് ഞങ്ങളുടെ മോള് പാർവണ. ഇതൊരു പ്രഷ്യസ് ബേബിയാണ്. ഞങ്ങൾക്ക് 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കൺമണിയാണിത്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വേറെ ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് 5th മന്തിലെ സ്കാനിങ്ങിൽ തന്നെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീടൈം ഡെലിവറി എന്തായാലും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ടീഷനും മോശമായി തുടങ്ങിയപ്പം NICU ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, രേഷ്മ. അവളെ വിളിച്ചു. അവൾ പറഞ്ഞു ഇവിടെ ഓക്കെയാണ്, NICU ബിനീസാറാണുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ റഹ്മത്തുന്നിസ മാഡായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. മാഡം ഓരോരോ ദിവസം നമ്മൾ സ്ക്രീനിങ് നടത്തിയിട്ടാണ് ഓരോ ദിവസവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 2 വീക്സ് ഡെലിവറിക്ക് മുന്നേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ടീഷനും ബേബിയുടെ കണ്ടീഷനും മോശമായി തുടങ്ങിയപ്പം അങ്ങനെ C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെലിവറി നടത്തി. 700 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ബേബി. 700 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെയേ അല്ല. കാണുമ്പോൾ ഇങ്ങനെയാണോ ഇത്ര ചെറിയ കുഞ്ഞാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഭയങ്കര അന്ന് ഫിസിക്കലി വീക്കാണ്, മെൻ്റലി അതിലേറെ വീക്കായിരുന്നു. പിന്നെ NICUന്ന് ബിനീസാറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അവരെ സപ്പോർട്ട് അത് വലിയൊരു കാര്യമാണ്. പിന്നെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, റഷാ സാറ്, ഷെരീഫ് സാറ്, ലക്മീൽ സാറ്, ഫാത്തിമ മാഡം, പിന്നെ NICUലെ സിസ്റ്റേഴ്സ്. അന്ന് ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു സത്യം. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെൻ്റലി വീക്ക് ആകുമ്പോഴൊക്കെ അവരാണ് നമ്മളടുത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സ്മാർട്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ആവും എന്നൊക്കെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ് ആള്. ഇപ്പോൾ കുറച്ച് വെയിറ്റ് കുറവുണ്ട്, അല്ലാതെ ബേബി ഓക്കെയാണ്. ഞങ്ങൾക്ക് 3 വയസ്സ് വരെ ഇവിടെ റിവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ബിനീസ് സാറിനെ തന്നെയായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. സാറിനെ കണ്ടാലേ ഇവൾക്ക് ഇപ്പോൾ എന്തും മാറും എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷന് നിൽക്കാറില്ല. സാറിനെ തന്നെ വന്ന് കാണിക്കും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റഹ്മത്തുന്നിസ മാഡും ബിനീസ് സാറും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ജേണി, ഈ ഒരു ഡെലിവറി ജേണി, ഇതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇവളെ കിട്ടിയതെന്ന് നമുക്ക് എന്തായാലും അറിയാം. ആ ഒരു കാര്യത്തിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു.